തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ജോസഫ് ഗ്രൂപ്പുകാര് വേവലാതി പൂണ്ട് ഓടി നടക്കുക ആണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം കടുത്തുരുത്തി നിയോജക മണ്ഡലം കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഈ നിയോജക മണ്ഡലം ഉണ്ടായ കാലഘട്ടം മുതൽ ആദ്യമായാണ് നിയമസഭയിലേക്ക് ഒരു വനിതാ സാരഥി മത്സരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ഏറെ അഭിമാനത്തോടാണ് കാണുന്നത്. പാർട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി പാർട്ടിയോടൊപ്പവും അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് സ്ഥാനങ്ങളിൽ അധ്യക്ഷ സ്ഥാനങ്ങളിൽ ഇരുന്ന് വളരെ വിജയകരമായ പ്രവർത്തനം നടത്തിയ നിർമ്മല ജിമ്മിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നോക്കിക്കാണുന്നത്. ഈ 1/4 നൂറ്റാണ്ട് കാലം കടുത്തുരുത്തിയുടെ MLA ആയി ഇരുന്നു കൊണ്ട് ഈ നിർമ്മല ജിമ്മി ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ പോലും ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങളുമായി നടക്കുന്നത്. നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇവിടെ സർവേ നടത്തി ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി ഈ 11 പഞ്ചായത്തുകളിലും ഏറ്റവും അറിയപ്പെടുന്ന ഒരാളും ഏറ്റവും കരുത്തിയായ സ്ഥാനാർത്ഥി അത് വനിതാ സാരഥി നിർമ്മല ജിമ്മിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കുന്നത്. ഇത് ഒരു തോറ്റോടുന്നതിന് സമമാണ്. വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേരുന്നതല്ല എന്നുകൂടെ സൂചിപ്പിക്കട്ടെ. വരും കാലഘട്ടങ്ങളിലേക്ക് ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ 2 ചിഹ്നത്തിൽ വൻ വിജയത്തോടെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്നുള്ള യാതൊരു തർക്കവുമില്ല. ഇത് തന്നെയാണ് അവർക്കുള്ള മറുപടി എന്ന് ഞങ്ങൾ കരുതുന്നു.